മലകയറി സന്നിധാനത്തെത്തുന്ന ഭക്തർക്ക് പേശിവലിവും സന്ധി പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് പതിവാണ്. ഇക്കാരണങ്ങളാൽ ഏറെ പ്രയാസം അനുഭവിക്കുന്ന തീർത്ഥാടകർക്ക് ആശ്വാസമാവുകയാണ് സന്നിധാനത്തെ ഫിസിയോതെറാപ്പി സംഘം. കഴിഞ്ഞ 5 വർഷക്കാലമായി ഇവർ ഭക്തർക്ക് സൗജന്യമായ സേവനം നൽകി വരികയാണ്. പത്തനംതിട്ടയിലെ റീഹാബിലിറ്റേഷൻ പാലിയേറ്റീവ് കെയർ സെന്ററും ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ഫിസിയോതെറാപ്പിസ്റ്റും ചേർന്നാണ് സന്നിധാനത്തെ ഫിസിയോതെറാപ്പി കേന്ദ്രം നടത്തുന്നത്. സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ നിന്നുള്ള ഫിസിയോതെറാപ്പിസ്റ്റുകളുടെ സൗജന്യ സേവനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഞങ്ങൾ 5-ാം വർഷമാണ് ശബരിമലയിൽ ഈ സൗജന്യ ഫിസിയോതെറാപ്പി സേവനം ചെയ്യുന്നത്. 10,000 കണക്കിനുള്ള ആളുകളാണ് ഓരോ ദിവസവും ശബരിമലയിൽ ദർശിക്കാൻ വരുന്നത്. അപ്പോൾ ഈ സ്പോർട്സ് ഇഞ്ചറി കണക്കാണ് ഇവർക്ക് ഓരോരോ പരിക്കുകൾ വരുന്നത്. അക്യൂട്ട് ഇഞ്ചറീസ് ആണ് വരുന്നത്. ഇത്രയും സ്റ്റേണിയസ് ആയിട്ട് മല കയറുമ്പോഴും മസിലിന് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു വർക്ക് ലോഡ് കൊടുക്കുമ്പോഴും വരുന്ന പരിക്കുകൾ നമുക്ക് അക്യൂട്ടായി തന്നെ ഇമ്മീഡിയറ്റ്ലി തന്നെ അവരെ ചികിത്സിച്ച് മാറ്റാൻ സാധിക്കുന്നുണ്ട്. കായിക താരങ്ങളിൽ കണ്ടുവരുന്ന പേശി സംബന്ധമായ പ്രശ്നങ്ങളാണ് മല കയറിയെത്തുന്ന ഭക്തരിൽ കണ്ടുവരുന്നത്. കായിക പ്രവർത്തനത്തിലൂടെ കയറി വരുമ്പോൾ സന്ധികൾക്കും പേശികൾക്കും ഉണ്ടാകുന്ന ക്ഷതം അല്ലെങ്കിൽ സ്ട്രെയിൻ ഒക്കെ തന്നെ നമുക്ക് ഓൺ ദ സ്പോട്ടിൽ തന്നെ വേദന കുറയ്ക്കുകയും ചലനക്ഷമത വീണ്ടെടുക്കുകയും ചെയ്ത് നല്ല വേദനരഹിതമായൊരു ദർശനം നടത്തുന്നതിന് നമുക്ക് കഴിയുന്നുണ്ട്. അതുപോലെ ഇതിൽ മരുന്ന് ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ പാർശ്വഫലവും ഇല്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. മരുന്നില്ലാതെ പ്രത്യേക സ്ട്രെച്ചിങ്ങിലൂടെയാണ് ചികിത്സ. വേഗത്തിൽ ആശ്വാസം ലഭിക്കുന്നതോടെ സംതൃപ്തിയോടെയാണ് ഭക്തർ മലയിറങ്ങുന്നത്. ഞങ്ങളുടെ സ്വാമികൾക്ക് എടുപ്പ് വേദന ഉണ്ടായിരുന്നു, അതിപ്പോൾ കുറച്ച് ഭേദമായി. പിന്നെ 2-3 സ്വാമിക്ക് സ്ട്രെച്ചിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, സൂപ്പറായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവർ ഫീൽ ബെറ്റർ. நல்லா கவனிச்சிட்டாங்க, வழியெல்லாம் நல்லா பார்த்து எல்லாம் சொன்னாங்க, സർവീസ് എല്ലാം நல்லா பார்க்குறாங்க, நல்லா இருந்துச்சு. സ്ഥലപരിമിതിയാണ് ഇവർ നേരിടുന്ന വലിയ വെല്ലുവിളി. ഒന്നിലധികം പേർ ബുദ്ധിമുട്ടുമായി എത്തിയാൽ കിടത്താനായി മറ്റൊരു ബെഡ് ഇടാനുള്ള സ്ഥലമില്ല. കുറച്ചുകൂടി സ്ഥലം ലഭിക്കുകയാണെങ്കിൽ കൂടുതൽ പേർക്ക് ചികിത്സ നൽകാൻ കഴിയുമെന്നാണ് ഫിസിയോതെറാപ്പി സംഘം പറയുന്നത്. ന്യൂസ് മലയാളം, സന്നിധാനം.